പുരുഷ കലാകാരന്മാരുടെ മാത്രം അവകാശമെന്ന് കരുതി പോന്നിരുന്ന പരമ്പരാഗത കലാരൂപമായ മുടിയേറ്റിന്റെ പെണ്ണവതരണം ശ്രദ്ധേയമായി. എറണാകുളം തേവര എച്ച്.എസ്. കോളേജിലെ ജെൻഡർലി സ്പീക്കിംഗ് പദ്ധതിയുടെ ഭാഗമായി തൃപ്പൂണിത്തുറ സ്വദേശിനി ബിന്ദുവാണ് കാളിയുടെ രൗദ്രഭാവം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ പുരുഷ കലാകാരന്മാർ മാത്രം അവതരിപ്പിച്ചു പോന്നിരുന്ന പരമ്പരാഗത കലാരൂപമായിരുന്നു മുടിയേറ്റ്. പുലികളിയിൽ പോലും പുരുഷ മേധാവിത്വത്തിന് വിരാമമിട്ട് സ്ത്രീകൾ സാന്നിധ്യം ഉറപ്പിച്ചപ്പോഴും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതിൽക്കെട്ടുകൾ ഈ കലാരൂപത്തെ അവരെ പുറത്തു നിർത്തി. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പുകളെ ആകെ മറികടന്നാണ് ബിന്ദു മുടിയേറ്റിലെ രൗദ്രഭാവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പകർന്നാടാൻ ആരംഭിച്ചത്. വിശ്വാസത്തിന്റെ ഭാഗമായി കൂടി കരുതി പോന്നിരുന്ന ഈ കലാരൂപത്തെ ഭർത്താവിന്റെ മരണശേഷമാണ് ബിന്ദു ഏറ്റെടുക്കുന്നത്. കാരണം ഞാനിതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യണത്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വരെ പറഞ്ഞ് കൊടി പിടിച്ചവരെ മുമ്പിൽ വന്ന ആൾക്കാരുണ്ട്. തേവര എസ്.എച്ച്. സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ ജെൻഡർലി സ്പീക്കിംഗ് ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഫോക്ലോർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ബിന്ദുവും 15 കലാകാരന്മാരും ചേർന്ന് മുടിയേറ്റ് അവതരിപ്പിച്ചത്. ക്യാമ്പസിലെ ആംഫി തിയേറ്ററിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം റിമ കല്ലിങ്കൽ നിർവഹിച്ചു. ലിംഗസമത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ജെൻഡർലി സ്പീക്കിംഗ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. മുടിയേറ്റിനെ ജനകീയമാക്കുന്നതിനൊപ്പം സ്ത്രീയെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന പരമ്പരാഗത ശൈലിയോടുള്ള സമരപ്രഖ്യാപനം കൂടിയായി പരിപാടി മാറി. റിപ്പോർട്ടർ, കൊച്ചി.